ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പാണ് ഇറങ്ങിയതെങ്കിലും കൂടെ പുതുമ ഒട്ടും നഷ്ടപ്പെടാത്ത കാനോണിൻ്റെ EOS R5 ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 R5 ഉണ്ട്. നമുക്ക് 2 എണ്ണം തുറന്ന് നോക്കാം. സാധാരണ നമ്മൾ ഒരെണ്ണം അൺബോക്സ് ചെയ്യാറ്, നമ്മൾ 2 എണ്ണം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ RF, ഈ സെയിം എമൗണ്ടുള്ള RFൻ്റെ 85mm f2 മാക്രോ ലെൻസ് ഉണ്ട്. 85mm ഒരു മാക്രോ ലെൻസ് വളരെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അതുപോലെ തന്നെ 24-240 ഒരു ഡെയിലി വാക്ക് അറൗണ്ട് ലെൻസാണ് 24-240. ആ ഒരു ലെൻസും ഉണ്ട്. സാധാരണ എല്ലാ ആളുകൾക്കും പുറത്തൊക്കെ ഇങ്ങനെ ട്രാവൽ പോകുന്നതും കറങ്ങാൻ പോകുന്ന ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് ലെൻസാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് നടക്കാൻ നല്ലത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ലെൻസാണ് 24-240. 24mm തുടങ്ങി 240mm വരെയുള്ള ഏത് ഫോക്കൽ റേഞ്ചിലുള്ള സാധനങ്ങൾ എടുക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പുതിയ ലെൻസാണ് RF മോഡ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നേരെ തിരിച്ച് EOS R5ലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ഈ ലെൻസ് ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഒരെണ്ണം ഞാനത് കുറച്ച് നേരത്തെ തുറന്നു നോക്കിയിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഭയങ്കര ആകാംക്ഷ ആയിരുന്നുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് തുറന്നു നോക്കി ഞാൻ എന്താണ് ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ തുറക്കാൻ വേണ്ടിയിട്ട് ആകെ ഉള്ളിലെടുത്തിട്ടായിട്ടൊന്ന് മൂടിയതാണ്. നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നോക്കാം. ഇതിൽ അടക്കി വെച്ചിരുന്നത് ഇങ്ങനെയല്ല, വേറെ രീതിയിലായിരുന്നു. ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി വരുന്നത് LPE6NH എന്ന് പറയുന്ന ബാറ്ററിയാണ്. ഈ LPE6 പണ്ട് മുതലേ ഫുൾ ഫ്രെയിം കാനോൺ ക്യാമറയിൽ ഉപയോഗിച്ചിരുന്ന 5D സീരീസിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയാണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് വെർഷനാണ് ഈ പുതിയ ബാറ്ററി. പിന്നെ വരുന്നത് പവർ കേബിൾ ഉണ്ട്. പണ്ട് നമ്മൾ കണ്ടുവരുന്ന കാനോണിൻ്റെ അതേ ചാർജറാണ് ഇതിലുള്ളത്. പിന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നൊരു നോട്ടുണ്ട്. 1 year വാറണ്ടി തരുന്ന ഒരു വാറണ്ടി കാർഡുണ്ട്. പിന്നെ ആരും വായിക്കാത്ത ഒരു ഓപ്പറേഷൻ മാനുവൽ ഉണ്ട്. ചില പുസ്തക പുഴുക്കളൊക്കെ വായിക്കാറുണ്ട്. ഞാൻ ഇന്നേ വരെ ഈ സാധനം വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഇത് ബാറ്ററിയുടെ കവറാണ്. ഇതൊക്കെ ബാറ്ററിയുടെ കവറുകളാണ്. പിന്നെ ഒരു USB Type-C കേബിൾ ഉണ്ട്. നല്ല അടിപൊളി കേബിൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിത് ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ കേബിൾ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, ഞാനത് തുറക്കുന്നില്ല, ഈ ഒരു സാധനം ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്യാമറയുടെ പോർട്ടുമ്പോൾ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ പോർട്ടിന് കംപ്ലയിൻറ്റ് വരില്ല. പല ആളുകളും പോർട്ട് കംപ്ലയിൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാധനം കൂടെ ഉണ്ട്. ഞാനിവിടെ മാറ്റിവെക്കാൻ മറന്നു. പിന്നെ ഒരു നോർമൽ സർക്കിൾ ടൈപ്പ് പവർ കേബിൾ ഉണ്ട്. ഇനിയാണ് നമ്മളുടെ EOS R5 ബോഡി വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്ട്രാപ്പ് ഉണ്ട്. പണ്ട് 5Dക്കൊക്കെ വന്നിരുന്ന സ്ട്രാപ്പുമാരത്തെ വീതിയുള്ള സ്ട്രാപ്പല്ല, വീതി കുറഞ്ഞിട്ടുള്ളൊരു സ്ട്രാപ്പാണ്. കാരണം മിറർലെസ് കുറച്ചുകൂടി ചെറുതാണല്ലോ. ഇതാണ് R5 എന്ന് എഴുതിയ സ്ട്രാപ്പ്. ഇനി നമ്മൾക്ക് ഇത് തുറക്കാം. എല്ലാ ഫുൾ ഫ്രെയിം ക്യാമറകളും വരുന്ന പോലെ തന്നെ ഒരു നല്ലൊരു തെർമോ പൗച്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ EOS R5 ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറ. ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാനോണിൻ്റെ ഒരു ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറ പിടിക്കുന്ന അതേ ലാഘവത്തോടെ, ഇപ്പം നിങ്ങളൊരു 5D ഉപയോഗിച്ചിരുന്ന ആളാണെങ്കിൽ അത്രയും കംഫർട്ടിൽ മുറുക്കി പിടിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് EOS R5. ഞാൻ ആദ്യമായിട്ട് തൊടുന്നതാണ്. ഞാൻ ഈ സാധനം ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ അൺബോക്സിങ് വീഡിയോയിൽ പറയുന്നുള്ളൂ. ഈ ക്യാമറയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഗുണഗണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരുപാട് വ്ളോഗുകളിലും ഓൺലൈൻ മീഡിയകളിലൊക്കെ വന്നതാണ്. എന്നാലും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകാം. ഈ ക്യാമറ നമ്മൾക്ക് ഫസ്റ്റ് ലുക്കിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് പരിചയപ്പെടാം. എല്ലാ കാനോൺ ക്യാമറയിലുള്ള പോലെ തന്നെ, ഫുൾ ഫ്രെയിം ക്യാമറയിലുള്ള പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് റിമോട്ട് ട്രിഗറിൻ്റെ ഒരു പോർട്ട് ഇവിടെയുണ്ട്. ഇതാണ് മറ്റുള്ള 5D ഞാൻ 5D സീരീസ് ആയിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ മുകളിലൊരു ഡയലുണ്ട്. EOS Rലുള്ള പോലെയുള്ള ഡയലുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് വേർഷനായിരുന്നു EOS R. അപ്പോൾ അതിലുള്ള കുറേ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാനോണിൻ്റെ ആ ഒരു തനത് ശൈലി,
നല്ല ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീനാണ്. നമ്മൾക്ക് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ, ഇപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണമെങ്കിൽ, അതേമാതിരി താഴെ നിന്ന് ഇങ്ങനെ ലോ ആംഗിളിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ, സൈഡിൽ, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നമുക്കൊരു സെൽഫി ടൈപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ സംഭവത്തിനും വേണ്ട ഒരു സംഭവമാണ് ഈ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ. ഒരു പ്ലാസ്റ്റിക് ലുക്ക് ഫീലുണ്ട്. ഇപ്പോൾ സോണി ക്യാമറക്കൊക്കെ മെറ്റലാണ് ഈ സാധനത്തിൻ്റെ ബാക്ക് വരുന്നത്, പക്ഷേ ഇതിൽ പ്ലാസ്റ്റിക് ഫീലാണ്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. നമുക്ക് ബട്ടൺസൊക്കെ നോക്കാം. ഓൺ ഓഫ് സ്വിച്ചുകൾ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു റേറ്റ് ബട്ടൺ, മെനു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡിൽ എന്തൊക്കെ ഡയലുകൾ ഉണ്ടെന്ന് നോക്കാം. മോഡ് ഡയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് മോഡ് ഡയലാണ്. അതിൻ്റെ നടുവിലൊരു പ്രസ് ബട്ടൺ ഉണ്ട്, മോഡ് പ്രസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലോക്ക് ബട്ടൺ ഉണ്ട്. ഇവിടെ ലൈറ്റ്, ഈ സ്ക്രീൻ ലൈറ്റ് ചെയ്യാനുള്ള ലൈറ്റ് ബട്ടൺ ഉണ്ട്. റെക്കോർഡ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു റെക്കോർഡ് ബട്ടണാണ്. പിന്നെ നമ്മൾ പണ്ട് കാനോൺ ക്യാമറകളിൽ ഉപയോഗിച്ച് വരുന്ന ആ ഒരു രണ്ടും നമുക്ക് 2 വിരൽ കൊണ്ട് ഇതിൻ്റെ ഫങ്ഷൻസ്, എപ്പർച്ചറും ഷട്ടറൊക്കെ കൺട്രോൾ ചെയ്യേണ്ട രീതിയിലുള്ള ഇത് നമുക്കിങ്ങനെ ഇതിൽ അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളുടെ ക്ലിക്ക് ബട്ടൺ. ക്ലിക്ക് ബട്ടൺ വളരെ ചെറിയൊരു ബട്ടണാണ്, എന്നാലും കുഴപ്പമില്ല, ഒരു ഹാൻഡിയാണ്. ഇവിടെ ബക്കിൾ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടകഥാപാത്രമായ ഈ ജോയിസ്റ്റിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോയിസ്റ്റിക്ക് അവർ ഒഴിവാക്കിയിട്ടില്ല, വളരെ നല്ല കാര്യമാണ്. പിന്നെ നമുക്കിത് ഇമേജ് സൂം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള സൂം, ഇൻഫോ ബട്ടൺ ഉണ്ട്, ക്യൂ ബട്ടൺ ഉണ്ട് അതിൻ്റെ ഫങ്ഷൻസ് എടുക്കാനുള്ള. പിന്നെ 5Dയിലൊക്കെ ഉള്ള മാതിരി തന്നെ വീലുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ISO അസൈൻ ചെയ്യുകയാണെങ്കിൽ ഷട്ടർ സ്പീഡും അപ്പർച്ചറും ISOയും നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ 3 സാധനങ്ങളും നേരിട്ട് കറക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഡിലീറ്റും പ്ലേ ബട്ടണും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ പോർട്ടുകളുണ്ട്. പോർട്ടിൽ വന്നിട്ട് മിനി HDMI പോർട്ടും പിന്നെ മൈക്രോ USB പോർട്ടുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ വേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുടച്ചിട്ട് നമുക്ക് വീണ്ടും തുറക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് അതിൻ്റെ അടുത്തത് ഫ്ലാഷ് സിങ്ക് കോഡ് കണക്ട് ചെയ്യുന്ന പോർട്ട് ഇവിടെയുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്കും മൈക്ക് ജാക്കും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മറ്റുള്ള ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റിമോട്ടിൻ്റെ ബട്ടൺ അവർ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടൺസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓർക്കാം. ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു HDMI പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോ HDMI ആണ്. പിന്നെ നമ്മളുടെ നോർമൽ ബാറ്ററി, ആ ബാറ്ററി നമ്മൾക്ക് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇടാം. അതിട്ടു. ഇനി മെമ്മറി കാർഡ് സ്ലോട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ. ഇതിലൊരു CF എക്സ്പ്രസ് കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. CF എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ CF കാർഡിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറുത്, പുതിയ വെർഷനാണ് CF എക്സ്പ്രസ്. പിന്നെ ഒരു SDXC പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ 2 കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്പീഡായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CF എക്സ്പ്രസ് മേടിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ അത്യാവശ്യം സ്പീഡ് മതി എന്നുണ്ടെങ്കിൽ SDHC കാർഡുകൾ യൂസ് ചെയ്യാം. ഓവറോൾ ക്യാമറ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിന് മനസ്സിലാഗ്രഹിക്കുന്ന ഒരു ഹാൻഡ്ലിങ് അത് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെരിഫറൽസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. രണ്ടാമത്തെ ക്യാമറയെ നമുക്ക് തുറക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു ക്യാമറ മാത്രം പുറത്തെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്യാമറയും ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വെക്കട്ടെ. 2 ക്യാമറക്ക് ഒരേ നേരം അൺബോക്സ് ചെയ്യുന്ന ആ ഒരു രസം തന്നെ ഭയങ്കര രസമാണ്. ആ ഒരു രസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ബാറ്ററി ഞാൻ നേരത്തെ പുറത്തെടുത്ത് വെച്ചിരുന്നു. കാരണം അത് നമ്മൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന മുമ്പ് ഏത് ക്യാമറ നമ്മൾ മേടിച്ചാലും ആദ്യം തന്നെ ബോക്സ് തുറന്നിട്ട് ബാറ്ററി എടുത്തിട്ട് ഫുൾ ചാർജിലിടുക. എന്നിട്ട് ഫുൾ ചാർജ് ഇട്ടതിന് ശേഷം മാത്രം, കാരണം ഫസ്റ്റ് ചാർജിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ, ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവും കുറച്ച്, പക്ഷെ എന്നാലും ഒരു ഫസ്റ്റ് ചാർജിങ് കഴിഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 85mm f2 ലെൻസ് തുറക്കാം. RF മൗണ്ടിൻ്റെ 85mm f2 ലെൻസാണ്. ഇത് തെർമോകോളൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ വിചാരിച്ച മാതിരി ഭയങ്കര സംഭവം ഒന്നല്ല കേട്ടോ. ചെറിയ ലെൻസാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ലെൻസാണ് 85mm f2. അടിപൊളി
അപ്പർച്ചർ വാല്യൂ ആണ് f2. ഈ ലെൻസിൻ്റെ RF ലെൻസുകൾ ഞാൻ അൺബോക്സ് ചെയ്ത ഫസ്റ്റ് ലുക്ക് വീഡിയോസ് ഒരുപാട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. എന്നാലും ഇതിനെപ്പറ്റി ജസ്റ്റ് പറയാം. ഇവിടെ നമ്മൾക്ക് ഒരു മോഡ് ഡയൽ ഉണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അപ്പർച്ചറോ ISO എന്ത് വേണമെങ്കിലും അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫോക്കസ് റിംഗ് ആണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ലെൻസിനെ പറ്റി, പക്ഷേ ജസ്റ്റ് ഉള്ളത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, AFMS സ്വിച്ച് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഫോക്കൽ ഡിസ്റ്റൻസ് സ്കെയിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ലെൻസ് വന്നിട്ടുള്ളത് 67 mm ഫോക്കൽ റേഞ്ചിലാണ് ലെൻസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മൗണ്ട് RF ആണ്, അതായത് ഈ ക്യാമറ വന്നിട്ടുള്ളത് RF മൗണ്ടാണ്. അത് തുറക്കുക, ഇവിടെ വെക്കുക, ക്യാമറ തുറക്കുക, ലെൻസ്. അപ്പോൾ ഇതാണ് EOS R5 വിത്ത് 85 mm f2 ലെൻസ്. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുക. അടിപൊളി. ഞാൻ ഈ ലോ ലൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് കളിക്കുന്നത്. നല്ല സ്പീഡ് ഫോക്കസും നല്ല രസമുണ്ട് ഉള്ളിലൂടെ കാണാൻ. എന്ത് രസമെന്ന് അറിയാം ഉള്ളിൽ കൂടെ കാണാൻ. അടിപൊളിയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ഫീലാണ്. അപ്പോൾ ഈ ലെൻസും ഈ ക്യാമറയും നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം അടുത്ത ലെൻസും അടുത്ത ക്യാമറയും എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ലെൻസ് ഒരാകപ്പാടെ പൊതിഞ്ഞിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ലെൻസിനേലും വലിയ പാക്കറ്റാണ് അവർ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. ആ 85 mm ലെൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ വലിയ ലെൻസാണ്. കാരണം 24 mm തുടങ്ങി 240 mm വരെ ഉണ്ടാ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇതാണ് വരുന്നത്. ഒരു ചാൺ വലിപ്പമാണ് ഇത് വരുന്നത്. പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഇതുമല്ലൊരു ലോക്ക് ഉണ്ട്, ഫോക്കൽ ഡിസ്റ്റൻസ് ഫോക്കൽ റേഞ്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതുമല്ലുള്ളത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഫോക്കസ് കൺട്രോളും ഉണ്ട്. അങ്ങനെ 2-3 ബട്ടൺസ് ആണ് ഉള്ളത്. ഇതും വന്നിട്ടുള്ളത് 72 mm ഫിൽറ്റർ ത്രെഡാണുള്ളത്. കൂടുതൽ നമ്മൾ ഈ ലെൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം നമ്മൾക്ക് ക്യാമറ തുറക്കാം, ലെൻസ് തുറക്കാം, ഓൺ ചെയ്യാം. അപ്പോൾ 24-240 ലെൻസ് മുഴുവൻ എത്തിച്ചിട്ട് നമുക്ക് കാണാം. 24-240 ലെൻസ് ഡെയിലി വർക്ക് അറൗണ്ട് എല്ലാതരം ഇവൻസും അതേമാതിരി ട്രാവലും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി ലെൻസാണ്. 85 mm f2. അപ്പോൾ ഈ രണ്ട് സാധനമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ളത്. EOS R5 വിത്ത് 85 mm f2. അടിപൊളി, ഭയങ്കര സ്പീഡ്, നല്ല സ്പീഡ് ഉണ്ട്. ഇതുമൂലൊന്ന് ബട്ടൺ മൂലൊന്ന് കൈ കൊണ്ടപ്പോഴേക്കും ഉപരാശാൻ ആ ഫോക്കസ് മേലെ അങ്ങോട്ട് കയറി പിടിച്ച്. പിന്നെ ഇതും നല്ലൊരു അടിപൊളി ഫീലാണ് കേട്ടോ. പണ്ട് ഞാൻ 5D Mark III ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഹാൻഡി ലുക്കും ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ ഈ മോഡ്, ഇതിൻ്റെ സൂമും ഫോക്കസാണ്. ഇതിൽ മറ്റേ RF ഡയലില്ല കേട്ടോ ഈ ലെൻസിൽ. കാരണം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ റേഞ്ച് കൂടിയ ലെൻസല്ല, ഇത് വാക്ക് അറൗണ്ട് കാരണം കൊണ്ട് ആ RF ഡയൽ ഇല്ലാണ്ടാണ്. അതായത് RF ഡയൽ എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ മുന്നിൽ ചെറിയൊരു സാധനം കണ്ടില്ലേ, ഈ സാധനം ഇതിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അത് ഇതിലില്ല ഉള്ളത്. ഇത് ഫോക്കസും ഇത് സൂമും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് EOS R5 24-240 ലെൻസ്. അതേപോലെ തന്നെ EOS R5 85 mm f2 ലെൻസ്. സൂപ്പർ, അടിപൊളി. അപ്പോൾ സൈഡ് ബൈ സൈഡ് കാണാം. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. വലിയ പൊലിപ്പിക്കലുകളൊന്നും ഇല്ലാണ്ട് റിയലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഷെയർ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുത്. www.shafimon.com എന്നാണ്. സോഷ്യൽ മീഡിയകൾ ഏത് കാലത്തും നമുക്ക് ഒരു പക്ഷേ നിൽക്കാം, പക്ഷേ വെബ്സൈറ്റ് നമ്മളുടെ ഓൺ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റിൽ കയറുക, അതിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ കാണുക. അടുത്തൊരു നല്ലൊരു ഗിയറുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.